നമസ്കാരം. ഞാൻ നവജീവൻ ട്രസ്റ്റിലെ തോമസ് ചേട്ടൻ എന്ന് പറയുന്ന PU തോമസ് ആണ്. ഒത്തിരിയേറെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും കൃപയാലും ഒരുപാട് മനുഷ്യരുടെ സഹായങ്ങൾ കൊണ്ടും ഈ പുതിയ വർഷം നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ദൈവം ഇടയാക്കി. അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം, തൊടുപുഴക്കാരൻ സജി തോമസ് ചെറുപ്പത്തിലേ ആഗ്രഹിച്ചു, ബദിരനും കേൾവിയില്ലാത്ത വ്യക്തിയായ ആ സഹോദരൻ വിമാനം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. വർഷങ്ങളോളം അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. അദ്ദേഹം പ്രായമായപ്പോൾ കല്യാണം കഴിച്ച് ഭാര്യയെ സഹകരിച്ചു. അങ്ങനെ വിമാനം ഉണ്ടാക്കി ചെന്നൈയിൽ കൊണ്ടുപോയി 2 സീറ്റ് വിമാനം അദ്ദേഹം പറപ്പിച്ച് 20 അടി ഉയരത്തിൽ. അതിന് ഗവൺമെൻറ്റിൻ്റെ എല്ലാ അംഗീകാരവും കിട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് പുതിയ സിനിമ ഇറങ്ങിയിരിക്കുന്നത്, വിമാനം എന്ന പേരിൽ. കോട്ടയത്ത് ആനന്ദ തിയേറ്ററിലെ ആ സിനിമ വന്നപ്പോൾ അതിൻ്റെ 11ഓളം ബധിരരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ നമ്മൾ കൊണ്ടുവന്ന് ആ സിനിമ കാണിക്കുകയും സജി തോമസിനെ തിയേറ്ററിനകത്ത് വെച്ച് ജസ്റ്റിസ് KT തോമസ് ആദരിക്കുകയും മറ്റ് രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലുള്ളവരൊക്കെ സജി തോമസിനെ ആദരിച്ചു. എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ആ സിനിമ കണ്ടു. അത് ഒരു ഷോ മുഴുവനും നമ്മൾ വാടകയ്ക്കെടുത്തു. അതിന് ചെലവ് ചെയ്ത് മാതാനം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജെയിംസ് അച്ഛനാണ്. അങ്ങനെ ഒരു വലിയ സന്തോഷമായിരുന്നു. അതുപോലെ ഇവിടെ മംഗളം കോളേജിലെ ധാരാളം കുട്ടികൾ വന്ന് ഇവിടുത്തെ രോഗികൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്ത് കടന്നുപോയി. അതുപോലെ തന്നെ അൽഫോൻസ് കണ്ണന്താനം വന്ന് വളരെ സമയം ഇവിടെ ഇരുന്ന് ഇവിടുത്തെ രോഗികളെ കണ്ട് കടന്നുപോയി. അതുപോലെ ഈ റിപ്പബ്ലിക് ഡേയിലാണേലും ആശുപത്രി OP നിന്ന് എല്ലാവർക്കും നമ്മൾ കൊളസയിലുള്ള ഒരു കൃഷ്ണൻ നമ്പൂതിരി ചേട്ടൻ്റെ വകയായിട്ട് 30,000 രൂപയുടെ പായസം ജനങ്ങൾക്കുള്ള ഇഷ്ടംപോലെ കൊടുക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അന്നത്തെ ദിവസം തന്നെ പ്രസവവാർഡിൽ പ്രസവിച്ച് കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും 600 രൂപ വിലയുള്ള ബെഡും അതുപോലെ തന്നെ അവർക്ക് കുഞ്ഞുടുപ്പും സോക്സും തൊപ്പിയും അവർക്ക് കൊതുകുവലയൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ദൈവം കഴിഞ്ഞ ഒരു മാസം, ഈ ജനുവരി മാസത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഒത്തിരി പേര് നമുക്ക് പല വിധത്തിൽ സഹായിക്കാൻ ദൈവം ഇടയാക്കി. ഇനിയിപ്പോൾ ഈ പുതിയ ഈ വർഷത്തിലേക്ക് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹകരണമുണ്ട്, പ്രാർത്ഥനയുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുമുണ്ട്. കൂടുതൽ പാവങ്ങളായ രോഗികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ സഹായിക്കാനും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാം. ധാരാളം കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികളൊക്കെയും ആഹാരത്തിനും മരുന്നിനും വഴിയില്ലാതെ വിഷമിക്കുമ്പോൾ അവരല്ലേ നമ്മുടെ സഹോദരങ്ങൾ, അവരല്ലേ നമ്മുടെ മാതാപിതാക്കൾ. ആ ആഗ്രഹത്തോടുകൂടി നമുക്ക് അവരെല്ലാവരെയും സഹായിച്ച് ജീവിക്കാൻ, പ്രത്യേകിച്ച് ചുറ്റുപാടുകളിൽ വിഷമിക്കുന്നവരെ സഹായിച്ച് ജീവിക്കാൻ, കുടുംബത്തിൽപ്പെട്ട കൂടപ്പിറപ്പുകളെ, പാവപ്പെട്ട സഹോദരങ്ങളെ സഹായിച്ച് ജീവിക്കുവാൻ, കൂടെ പഠിച്ച പാവപ്പെട്ടവരെ കണ്ട് സഹായിച്ച് ജീവിക്കാനൊക്കെയും നമുക്ക് ഈ 2018 ഈ വർഷം ഒത്തിരിയേറെ പാവങ്ങളെ സഹായിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.